സ്ലൊവേനിയയുടെ തലസ്ഥാനം ലുബ്ലിയാനയാണ്. ഞങ്ങൾ താമസിക്കുന്ന ക്രഞ്ച് എന്ന പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂർ യാത്ര ചെയ്താലാണ് ലുബ്ലിയാനയിൽ എത്തുക. തെക്കോട്ടുള്ള ഈ യാത്ര ഏറെക്കുറെ സമതല ഭൂമിയിലൂടെയാണ്. ഇന്നത്തെ ഇവിടുത്തെ കാലാവസ്ഥ 0 ഡിഗ്രിക്കും താഴെയാണ്. എന്നാൽ പകൽ നേരത്ത് കുറച്ചുകൂടി താപനില ഉയരും എന്ന് കാലാവസ്ഥാ പ്രവചനമുണ്ട്. അതുകൊണ്ട് ലുബ്ലിയാന മുഴുവനായും നടന്നു കാണുക പ്രയാസമാവില്ല എന്ന് കരുതുന്നു. പട്ടണമധ്യത്തിലെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ കാർ ഇട്ടതിന് ശേഷം ഞങ്ങൾ പട്ടണത്തിലെ തെരുവിലേക്കിറങ്ങി. വഴിയോര കച്ചവടക്കാർ തങ്ങളുടെ സ്റ്റാളുകൾ റെഡിയാക്കി വരുന്നതേയുള്ളൂ. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. കോൺഗ്രസ് സ്ക്വയർ എന്ന ചെറിയ ഒരു ചത്വരമാണ് ഇവിടം. പിന്നിലായി ഒരു പാർക്കും കാണാം. മഞ്ഞുകാലമായതിനാൽ പാർക്കിലെ മരങ്ങൾ ഇലപൊഴിച്ചു നിൽക്കുകയാണ്. അതിനാൽ അതൊരു പാർക്കാണെന്ന് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. ഈ അതിരാവിലെ നേരത്ത് കൊടും തണുപ്പത്ത് വലിയ തിരക്കില്ലെങ്കിലും ടൂറിസ്റ്റുകൾ തീരെയില്ല എന്നല്ല, സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പകൽ നേരത്ത് പട്ടണം ജനമുഖരിതമാവും എന്നതിൻ്റെ സൂചനയാണത്. ഞങ്ങളിപ്പോൾ നടക്കുന്നത് ലുബ്ലിയാന കാസിലിലേക്കാണ്. പട്ടണമധ്യത്തിൽ തന്നെയുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ടസൗധം ഉള്ളത്. ഇവിടെ നിന്നും അല്പദൂരം നടന്ന് ലുബ്ലിയാനിക്ക നദി മുറിച്ചു കടന്നു വേണം കോട്ടസൗധത്തിലേക്കുള്ള കുന്ന് കയറാൻ. പോകുന്ന വഴിക്ക് പട്ടണത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായ ലുബ്ലിയാന യൂണിവേഴ്സിറ്റി കെട്ടിടം കണ്ടു. യൂണിവേഴ്സിറ്റിയുടെ വശത്തുകൂടി നടന്ന് പടവുകളിറങ്ങി ഞങ്ങൾ ലുബ്ലിയാനിക്ക നദിയുടെ കരയിലെത്തി. ലുബ്ലിയാനിക്ക എന്ന നദിയുടെ കരയിലുണ്ടായി വന്ന ഒരു പട്ടണമാണ് ലുബ്ലിയാന. സാവ നദിയുടെ പോഷക നദിയാണ് ലുബ്ലിയാനിക്ക. 41 കിലോമീറ്റർ മാത്രം നീളമുള്ള ചെറിയ ഒരു നദിയാണ് ലുബ്ലിയാനിക്ക. നദീതീരത്തിൻ്റെ ഇരുഭാഗത്തും നടപ്പാതയും അവയുടെ വശത്തായി തീൻശാലകളും ഒക്കെ കാണാം. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ പരിസരം അല്പം ഇരുണ്ട് കാണപ്പെടുന്നു. മഞ്ഞുകാലം ആയതുകൊണ്ടാണ് നദിയുടെ കരയിലെ മരങ്ങൾ ഇലകൊഴിഞ്ഞ് അസ്ഥികൂടം പോലെ കാണുന്നത്. മറ്റു ഋതുക്കളിൽ പരിസരം കുറച്ചുകൂടി പൊലിമയുള്ളതായി അനുഭവപ്പെടും എന്നുറപ്പ്. വൃത്തിയും വെടിപ്പുമുള്ള നദിക്കരയിൽ നിന്നും കുന്നൻ ചുവട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിനെക്കുറിച്ച് ഓർത്തു. ഇന്ന് ആ തോട് ഒരു ഓടയുടെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവരുടെ മാലിന്യം നിക്ഷേപിക്കാനുള്ള ഒരിടവും. അത് വൃത്തിയാക്കിയെടുത്താൽ ഏകദേശം ലുബ്ലിയാനിക്ക നദിയുടെ അത്രയും തന്നെ വിസ്തൃതി ഉണ്ടാവും. എന്തൊരു സൗന്ദര്യമാവും അത് തിരുവനന്തപുരം പട്ടണത്തിന് നൽകുക. എന്തായാലും ബാക്കിയുള്ള ആയുസ്സിൽ അങ്ങനെയൊന്ന് കാണാനാവില്ല എന്ന് ഉറപ്പുള്ളതിനാൽ നിരാശയില്ല. ഞങ്ങൾ കുന്ന് കയറാൻ തുടങ്ങി. കുന്നിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നും ഫ്യൂണിക്കുലർ ട്രെയിനുണ്ട് മുകളിലേക്ക്. എങ്കിലും ഞങ്ങൾ നടന്നു കയറാം എന്ന് വിചാരിച്ചു. തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് കയറ്റം ആയാസകരമാവില്ല എന്ന് കരുതി. കാഴ്ചകൾ കണ്ടുകൊണ്ട് കയറാമല്ലോ. ആദ്യം കുറച്ച് ദൂരം ജനവാസമുള്ള വീടുകളും മറ്റും കണ്ടുവെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ കുന്നിൻ ചെരുവ് വിജനമായി. മരങ്ങളാൽ നിബിഡമായ കുന്നാണ്. ഇപ്പോൾ മരങ്ങളെല്ലാം തന്നെ ഇലകൊഴിഞ്ഞ് നിൽക്കുന്നതിനാൽ ആ വൃക്ഷനിബിഡത അനുഭവവേദ്യമാകുന്നില്ല എന്നത് വേറെ കാര്യം. മുകളിലേക്ക് കയറിപ്പോകുന്നതിനനുസൃതമായി താഴെ ലുബ്ലിയാന പട്ടണത്തിൻ്റെ ആകാശക്കാഴ്ച വിസ്തൃതമായി വന്നുകൊണ്ടിരുന്നു. കുന്നിനു മുകളിലെ കാസിൽ ഒരു മധ്യകാല നിർമ്മിതിയാണ്. 12-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെയാണ് ഇവിടെ ഒരു കോട്ടസൗധം ഉയരുന്നതെങ്കിലും ഇന്ന് കാണുന്ന നിർമ്മിതികളിൽ പലതും 16-17 നൂറ്റാണ്ടിൽ നിർമ്മിച്ചവയാണ്. ഞങ്ങൾ കാസിലിന് ഉള്ളിൽ കയറിയില്ല. കാസിലിന് ഉള്ളിലുള്ളത് ചില മ്യൂസിയങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നു. കാസിലിന് ചുറ്റുമായി നടന്നു. യൂറോപ്പിൽ ഇതിനിടയ്ക്ക് കണ്ടു കഴിഞ്ഞ അനേകം കോട്ടസൗധങ്ങളിൽ ഒന്ന് മാത്രമാണ് ലുബ്ലിയാന കാസില്. സവിശേഷതയായി സൂചിപ്പിക്കാൻ ഒന്നും തന്നെയില്ല. എങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് യൂറോപ്പിൽ ആകമാനമുള്ള കോട്ടസൗധങ്ങളുടെയും കോട്ടകളുടെയും ബാഹുല്യമാണ്. ആയിരക്കണക്കിന് എണ്ണമുണ്ടാവും. വലിയ പട്ടണങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമൊക്കെ
ഒരു കോട്ടയോ കോട്ട സൗധമോ ഉണ്ടാവും. ഈ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ബുഡാപെസ്റ്റിൽ വച്ച് അതിവിപുലമായ ഒരു കോട്ട സൗധം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കാസിലിന് ചുറ്റുമായി ഒരു നടവഴിയുണ്ട്. അതിലൂടെ നടക്കുമ്പോൾ താഴ്വാരത്തിലുള്ള ലുബ്ലിയാന പട്ടണത്തിൻ്റെ ആകാശവീക്ഷണം കിട്ടും. ചുവന്ന മേൽക്കൂരയുള്ള കെട്ടിടങ്ങളുമായി നിൽക്കുന്ന ലുബ്ലിയാന പട്ടണം വളരെ കൃത്യമായി ഓൾഡ് ടൗണെന്നും ന്യൂ ടൗണെന്നും വിഭജിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പട്ടണമാണ് ലുബ്ലിയാന. പൊതുവെ ഒരു പഴയ പട്ടണമാണ് ലുബ്ലിയാന. ആധുനിക നഗരങ്ങളിൽ കാണുന്ന മാതിരിയുള്ള വലിയ അമ്പരചുംബികൾ അധികം കാണാനായില്ല. പുതിയ കെട്ടിടങ്ങളുണ്ട്, പക്ഷേ അവയുടെ വാസ്തുരീതി പഴയ കെട്ടിടങ്ങളുമായി ലയിച്ചു നിൽക്കുന്നു. പഴയ കെട്ടിടം എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന പല കെട്ടിടങ്ങളും മറ്റ് പല യൂറോപ്യൻ നഗരങ്ങളിലും കാണുന്ന മാതിരി മധ്യകാലത്തു നിന്നും ഉള്ളവ അല്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ലുബ്ലിയാനയിൽ വലിയൊരു ഭൂകമ്പമുണ്ടാവുകയും ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങളും നശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഉള്ളവയിൽ കൂടുതലും. മുകളിലേക്ക് കയറിയ വഴിയിലൂടെ അല്ല താഴേക്ക് ഇറങ്ങിയത്. കുന്നിലേക്ക് കയറാനും ഇറങ്ങാനും ഒന്നിലധികം വഴിയുണ്ട്. ഞങ്ങൾ ഇറങ്ങിയെത്തിയത് സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ ലുബ്ലിയാന പട്ടണത്തിൻ്റെ മധ്യത്തിലേക്കാണ്. തെരുവിലെ വഴിയോര കച്ചവടശാലകളും തീൻശാലകളും ഒക്കെ സജീവമായി കഴിഞ്ഞു. യൂറോപ്പിലെ ഏതൊരു പട്ടണത്തിലെയും പോലെ ടൂറിസ്റ്റുകൾ തിക്കിത്തിരക്കുന്ന തെരുവുകൾ, അവ പ്രദർശിപ്പിക്കുന്ന മിനിമം നിലവാരം. ഞങ്ങൾ നടന്നെത്തിയത് പട്ടണമധ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയായി കണക്കാക്കപ്പെടുന്ന ട്രിപ്പിൾ ബ്രിഡ്ജിന് അടുത്താണ്. വിടർത്തിപ്പിടിച്ച 3 വിരലുകൾ പോലെ ലുബ്ലിയാനിക്ക നദിക്ക് കുറുകെ കാണപ്പെടുന്ന അടുത്തടുത്തുള്ള 3 പാലങ്ങളാണിത്. പാലത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ കണ്ടാലേ നമുക്കതിൻ്റെ ആകൃതി മനസ്സിലാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ആമയിഴഞ്ചാൻ തോടിൻ്റെ വിസ്തൃതി മാത്രമുള്ള ഒരു നദിയാണ് ലുബ്ലിയാനിക്ക. ആ നദീതീരത്തെയും അതിനു കുറുകെ നിർമ്മിച്ചിരിക്കുന്ന വലിയ പ്രത്യേകതയൊന്നുമില്ലാത്ത പാലത്തിനെയും ഒക്കെ പൊലിപ്പിച്ചെടുത്ത് മനോഹരവും സൗഹൃദപരവുമായ ഒരു പരിസരം സൃഷ്ടിച്ചെടുത്ത് ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഇവിടേക്ക്. വളരെ ആഹ്ലാദകരവും ഒരു സന്ദർശകന് സന്തോഷം തരുന്നതുമായ അന്തരീക്ഷമാണ് ചുറ്റും. യൂറോപ്പിലെ ഗംഭീരമായ വലിയ പട്ടണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സവിശേഷതയൊന്നും അവകാശപ്പെടാനില്ലാത്തൊരു പട്ടണമാണ് ലുബ്ലിയാന. എന്നിട്ടും എത്ര ഗംഭീരമായാണ് ഈ പട്ടണം സ്വയം പ്രകാശിപ്പിക്കുന്നത്. അതിലേക്ക് എത്രമാത്രം സഞ്ചാരികളാണ് ആകർഷിക്കപ്പെടുന്നത്. ലുബ്ലിയാനിക്ക നദിയുടെ കരയിലൂടെയുള്ള നടവഴിയിലൂടെ ഞങ്ങൾ നടന്നു. ഇരുഭാഗത്തും കടകളാണ്. തീൻശാലകളും കൗതുക വസ്തുക്കളുടെ കടകളും ഒക്കെ ഉണ്ട്. കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നടന്നു. വൃത്തിയും വെടിപ്പുമുള്ള ഈ വഴികളിലൂടെ നടക്കുന്നത് തന്നെ രസകരമാണ്. കണ്ടുമുട്ടുന്നതും കടന്നു പോകുന്നതുമായ ആളുകൾ എല്ലാവരും തന്നെ ആഹ്ലാദചിത്തരായാണ് കാണപ്പെടുന്നത്. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് വഴിയോരത്ത് കണ്ട ഒരു തീൻശാലയിൽ ഉച്ചഭക്ഷണം കഴിക്കാനായി കയറി. ഇരുന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഒരു ചെറിയ പാത്രത്തിൽ തോടുള്ള കപ്പലണ്ടി കൊണ്ടുവയ്ക്കും. അത് പൊട്ടിച്ച് കഴിച്ച് തോട് തറയിലേക്കിട്ട് വൃത്തികേടാക്കുക എന്നതാണത്രേ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആചാരം. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ എന്തൊക്കെ ആചാരങ്ങൾ! തീൻശാലയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം പട്ടണമധ്യത്തിൽ നിന്നും ഒരു ടോയ് ട്രെയിൻ യാത്ര എടുത്തു. നടന്ന് തളരുമ്പോൾ പട്ടണം മൊത്തം ആയാസരഹിതമായി ഒന്ന് കറങ്ങി വരാൻ ഇത് വളരെ നല്ല ഒരു മാർഗമായി പല പട്ടണങ്ങളിൽ വച്ചും തോന്നിയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് നടത്തിയ മറ്റൊരു യൂറോപ്യൻ യാത്രയിൽ
കൊളോൺ എന്ന ജർമ്മൻ പട്ടണത്തിൽ വച്ച് ഇത്തരമൊരു ടോയ് ട്രെയിനിൽ കയറിയത് ഓർത്തു. രാജ്യ തലസ്ഥാനം എന്ന നിലയ്ക്ക് സ്ലൊവേനിയയിലെ ഏറ്റവും വലിയ പട്ടണമാണ് ലുബ്ലിയാന. യൂറോപ്പിലെ വലിയ പട്ടണങ്ങളുടെ ഒന്നും ഭൂപടത്തിൽ വരുന്ന ഒരു സ്ഥലമല്ല പക്ഷേ ലുബ്ലിയാന. മലയാളിയെ സംബന്ധിച്ച് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഇത്തരം ഇടത്തരം യൂറോപ്യൻ പട്ടണങ്ങളൊന്നും കേട്ടുകേൾവിയിൽ പോലും ഉണ്ടായിരുന്നതല്ല. യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം വർദ്ധിച്ചു കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയ്ക്കാണ് യൂറോപ്പിലെ ചെറിയ സ്ഥലങ്ങൾ പോലും നമ്മുടെ അറിവിലേക്ക് വന്നു തുടങ്ങിയത്. അതിന് മറ്റു 2 കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നമ്മുടെ മധ്യവർഗത്തിന് സഞ്ചരിക്കാൻ പാകത്തിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായി എന്നതാണ്. മറ്റൊന്ന്, സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ കടന്നുവരവ്. സോഷ്യൽ മീഡിയ സഞ്ചാരികളുടെ പ്രകാശനങ്ങൾ യാത്രാവിവരണ ശാഖയെ വളരെ ജനകീയമാക്കി. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന മാതിരി അതിനെ കുറച്ച് കാണേണ്ടതില്ല. ഏതാവിഷ്കാരവും അതിൻ്റെ കടമ നിറവേറ്റുന്നു. നമുക്കറിയുന്നതുപോലെ സ്ലൊവേനിയ യുഗോസ്ലോവിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു 1991 വരെ. പൊതുവെ ആ സഖ്യത്തിലുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങൾ ഒരുതരം വ്യത്യസ്തമായ ബാൽക്കൻ സ്വഭാവം പ്രകടിപ്പിക്കുന്നവയാണ്. എങ്കിലും സ്ലൊവേനിയ കൂടുതൽ മധ്യ യൂറോപ്യൻ സ്വഭാവമുള്ള പ്രദേശമാണ്. അതിനുള്ള കാരണം പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെയാണ്. ഓസ്ട്രിയയും ഇറ്റലിയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണല്ലോ സ്ലൊവേനിയ. യുഗോസ്ലോവിയൻ കാലത്തും മുഖ്യധാരാ യൂറോപ്പിൽ നിന്നും ഉള്ള ടൂറിസ്റ്റുകൾ ആ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലേക്ക് പ്രവേശിച്ചിരുന്നതും കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നതും സ്ലൊവേനിയയിലാണ്. മുഖ്യധാരാ യൂറോപ്പിൽ നിന്നും ബാൽക്കനിലേക്കും തിരിച്ചുമുള്ള ഒരു പ്രവേശന കവാടമായി വർത്തിച്ചിരുന്നത് സ്ലൊവേനിയയാണ്. അതിനാൽ തന്നെ സ്ലൊവേനിയ എന്ന അംഗരാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ലുബ്ലിയാന യുഗോസ്ലോവിയയിലെ മറ്റു പട്ടണങ്ങളെക്കാൾ കൂടുതൽ ലിബറലായ ഒരു പട്ടണമായിരുന്നു. യൂറോപ്യൻ സ്വഭാവത്തിലുള്ള ഒരു സാംസ്കാരിക പരിസരം ഇവിടെ അക്കാലത്തും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവരെ കണ്ട അതിഗംഭീരമായ തലസ്ഥാന പട്ടണങ്ങളുമായി കിടപിടിക്കുന്ന ഒരു നഗരമല്ല ലുബ്ലിയാന. പക്ഷേ അത് പ്രസക്തവുമല്ല. ഓരോ യാത്രയും സജീവമായ ഓർമ്മകൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ചേതനയെ ചലനാത്മകവും സജീവത ഉള്ളതുമാക്കി മാറ്റുന്നു. ലുബ്ലിയാനയിൽ നിന്നും മടങ്ങുമ്പോൾ അറിയാമായിരുന്നു, യാത്രകൾ ബാക്കിയാക്കുന്ന അടുക്കും ചിട്ടയുമില്ലാത്ത മനോഹരമായ ഓർമ്മകളിൽ എവിടെയെങ്കിലും എന്നും ഈ ജനപദവും ഉണ്ടാവും.